Hello students, ഇന്ന് നമ്മുടെ +1 കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ആറ്റമിക് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ആറ്റമിക് സ്ട്രക്ചർ നമുക്കറിയാം, നമ്മളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ പഠിച്ചൊരു തിയറിയാണ് ഏത്? ഡാൽട്ടൺസ് ആറ്റമിക് തിയറി. സോ അക്കോർഡിംഗ് ടു ദ ഡാൽട്ടൺസ് ആറ്റമിക് തിയറി, എന്തായിരുന്നു ഡാൽട്ടൺസ് ആറ്റമിക് തിയറിയിൽ പറയുണ്ടായിരുന്നേ? മാറ്റർ കൺസിസ്റ്റ് ഓഫ് എന്താണ്? മാറ്റർ കൺസിസ്റ്റ് ഓഫ് എന്താണ്? ആറ്റംസ്. ഈ ആറ്റംസ് വെർ കൺസിഡർഡ് ടു ബി ഇതെന്താണ്? ബിൽഡിംഗ് ബ്ലോക്സ്. ഈ ആറ്റംസ് വെർ കൺസിഡർഡ് ടു ബി എന്താണ്? ഇൻഡിവിസിബിൾ ആണ്. എന്താണ് ഇൻഡിവിസിബിൾ പറഞ്ഞാൽ നമുക്ക് അതിനെ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് കനോട്ട് ബി ഫർദർ ഡിവൈഡഡ്. It cannot be further divided. So according to Dalton's theory, matter were consist of atoms which are considered to be indivisible. പിന്നെ എന്തായിരുന്നു നമ്മുടെ ഡാൽട്ടൺസ് തിയറിയിൽ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അക്കോർഡിംഗ് ടു ഡാൽട്ടൺസ് തിയറി, സെയിം എലിമെന്റ് ആണെച്ചാൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം എലിമെന്റ്സ് വിൽ ഹാവ് സെയിം എന്താണ്? പ്രോപ്പർട്ടീസ്. സിമിലർലി ഡിഫറെന്റ് എലിമെന്റ്സ് will have എന്താണ്? different properties. So the postulates of Dalton's atomic theory were believed to be true. അല്ല, ഈ തിയറിയുടെ മുകളിൽ ബേസ് ചെയ്തിട്ടായിരുന്നു സയൻറ്റിസ്റ്റ്മാർ കുറേ വർഷം വരെ എല്ലാ കാര്യവും ആറ്റംസ് ഇൻഡിവിസിബിൾ ആണ് എന്നുള്ള കോൺസെപ്റ്റ് ബിലീവ് ഉണ്ടായിരുന്നേ. ബട്ട് നമ്മുടെ ഐസോടോപ്സിനുള്ള കോൺസെപ്റ്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ അതേപോലെ ഐസോബാർസിന് വന്നപ്പോൾ ഡാൽട്ടൺസ് ആറ്റമിക് തിയറിയുടെ എന്താണ്? ആറ്റംസ് ഇൻഡിവിസിബിൾ ആണ് എന്നുള്ളത് ഫർദർ കനോട്ട് ബി പ്രൂവ്ഡ്. ഐസോടോപ്സ് പറഞ്ഞ എന്താണ്? എലിമെന്റ്സ് ഹാവിങ് ദ സെയിം എലിമെന്റ് ബട്ട് വിൽ ഹാവ് എന്താണ്? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. നമ്മൾ ഹൈഡ്രജന്റെ കേസ് എടുക്കുക വെച്ചാൽ ഹൈഡ്രജന്റെ ഏതൊക്കെയാണ് നമ്മുടെ ഐസോടോപ്സ് ഉള്ളത്? ഡ്യൂട്ടേരിയം ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്, പ്രോട്ടിയം ഉണ്ട്, ട്രീഷ്യം ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഹൈഡ്രോജന്റെ ഐസോടോപ്സ് ആണ്. സോ ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് ആറ്റംസ് പറയുന്നത് ഇൻഡിവിസിബിൾ അല്ല, ബട്ട് ആറ്റംസ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. ഏതായിരുന്നു ആറ്റത്തിന്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്? നമുക്കറിയാം, ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. സോ ആറ്റം കൺസിസ്റ്റ് ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. സോ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തെച്ചാലും വേറെയും കുറേ സയൻറ്റിസ്റ്റുമാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫാരഡേ, ദേ ഓൾ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. സോ നമ്മുടെ ജെ തോംസന്റെ ഇലക്ട്രോൺ ഡിസ്കവറി വാസ് ബേസ്ഡ് ഓൺ ആൻ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഓർ ആൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് നോൺ ആസ് എന്താണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. സോ യു ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് കേസ് ദിസ് ഈസ് അവർ ഏതാണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്? ഇറ്റ് ഈസ് CRT. എന്താണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ഇവിടെ നോക്കുക, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? എ ഗ്ലാസ് ട്യൂബാണ്. ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഇവിടെ രണ്ട് മെറ്റൽ ഇലക്ട്രോഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ദീസ് മെറ്റൽ ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു എ ഹൈ വോൾട്ടേജ് ഓർ ദീസ് മെറ്റൽ ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു എ ബാറ്ററി. The metal electrode which is connected to the negative terminal of the battery is known as എന്താണ്? Cathode. And the metal electrode which is connected to the positive terminal is known as എന്താണ്? Anode. ഇനി ഇവിടെ നോക്കുക, ഇത് കൂടാതെ എന്തുണ്ട്? ഒരു സക്ഷൻ പമ്പ് ഇല്ലെങ്കിൽ എന്താണ്? ഒരു വാക്യൂം പമ്പ് ഉണ്ട്. എന്താണ് ഈ സക്ഷൻ പമ്പ് ഇല്ലെങ്കിൽ വാക്യൂം പമ്പിന്റെ ഫംഗ്ഷൻ? ദ സക്ഷൻ പമ്പ് ഓർ വാക്യൂം പമ്പ് കൺട്രോൾസ് ദ എന്താണ്? ഗ്യാസ് ഇൻസൈഡ് ദ ട്യൂബ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിൻ്റെ നമ്മുടെ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിനെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഏത് വെച്ചിട്ടാണ്? യൂസിങ് ദിസ് സക്ഷൻ പമ്പ് ഓർ വാക്യൂം പമ്പ്. ഇതാണ് നമ്മുടെ CRT ട്യൂബിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇനി നമുക്ക് CRT ട്യൂബിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ സീ ദാറ്റ് നമ്മൾ പറഞ്ഞു, നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ പറയുന്നത് എന്താണ്? കാഥോഡാണ്. നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ എന്താണ്? നമ്മുടെ ആനോഡാണ്. when a high voltage was applied, നമ്മുടെ ഇതെന്താണ്? നമ്മുടെ ഹൈ വോൾട്ടേജ് എന്താണ്? നമ്മുടെ ബാറ്ററി. ഇത് കൂടാതെ എന്താണ് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന CRT ട്യൂബിൽ കാണിച്ചത്? ഈ CRT ട്യൂബിൻ്റെ
ട്യൂബിൻ്റെ ഈ അറ്റം ഇറ്റ് വാസ് കോട്ടഡ് വിത്ത് എ സ്ക്രീൻ ഓഫ് സിങ്ക് സൾഫൈഡ്. ഇവിടെ നമ്മുടെ എന്ത് വെച്ചിട്ടാണ് കോട്ട് ചെയ്തത്? ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ടാണ് കോട്ട് ചെയ്തത്. എന്താണ് ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൻ്റെ പ്രത്യേകത? സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഏതെങ്കിലും ചാർജുള്ള പാർട്ടിക്കിൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് എനി ചാർജ് പാർട്ടിക്കിൾ സ്ട്രൈക്സ് ഓൺ ദ സർഫേസ് ഓഫ് സിങ്ക് സൾഫൈഡ്, ഇറ്റ് വിൽ എന്താണ്? ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗ്ലോയിങ്. അത് ഗ്ലോ ചെയ്യും. അതാണ് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത. സോ ഇവിടെ നമ്മൾ ബാറ്ററിയിൽ, ഹൈ വോൾട്ടേജ് ബാറ്ററിയിൽ നമ്മൾ എന്ത് ചെയ്തു? ബാറ്ററിയിൽ കറണ്ട് പാസ് ചെയ്തപ്പോൾ it was observed that on applying high voltage, it was observed that the zinc sulfide screen started to glowing. ഇവിടെ ബാറ്ററിയിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ എന്താണ്? സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഗ്ലോ ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും എന്തോ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് എവിടെ ഫോൾ ചെയ്തിട്ടുണ്ട്? സം ചാർജ് പാർട്ടിക്കിൾസ് ഹാസ് ഫോളൻ ഓൺ ദ സർഫേസ് ഓഫ് ദ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ, because of which the zinc sulfide screen started to glow. നമ്മുടെ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഗ്ലോ ചെയ്തു പറഞ്ഞ എന്താണ്? നമ്മൾ ബാറ്ററിയിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി സം ചാർജ് പാർട്ടിക്കിൾസ് ഹാസ് പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ചാർജ് പാർട്ടിക്കിൾ? എന്ത് ചാർജ് പാർട്ടിക്കിൾസ് പാസ് ചെയ്തപ്പോഴാണ് ഇത് ഗ്ലോ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു? ആൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വാസ് അപ്ലൈഡ്. നമ്മുടെ നെഗറ്റീവ് ഫീൽഡാണ് ഇത്, നമ്മുടെ എന്താണ്? പോസിറ്റീവ് ഫീൽഡ്. സോ to confirm the charge particles, electric and magnetic field was applied. When an electric and magnetic field was applied, it was seen that the charge particles started moving towards the പോസിറ്റീവ് പോൾ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്തായിരുന്നു? ഈ മൂവ് ചെയ്യണ ചാർജ് പാർട്ടിക്കിൾസ് ഈ സ്ക്രീനിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കാം. ഈ സ്ക്രീനിൽ വരുന്ന ചാർജ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഈ ചാർജ് പാർട്ടിക്കിൾസ് പോയിട്ട് എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി? ദേ സ്റ്റാർട്ടഡ് ഡിഫ്ലക്റ്റിംഗ് ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ സോ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ പോസിറ്റീവ് ഫീൽഡിലേക്കാണ് എന്ത് ചെയ്തത്? അങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്. ദീസ് മീൻസ് ദാറ്റ് എന്താണ്? ദീസ് പാർട്ടിക്കിൾസ് വേർ നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലേ? പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോകണു പറയുമ്പോൾ നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാം? ദീസ് ആർ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് വിച്ച് വെയർ നോൺ ആസ് എന്താണ്? ഇലക്ട്രോൺസ്. So the particles moving from cathode to anode which were getting deflected towards the positive terminal of എന്താണ്? electric field was known as cathode. And since the rays are moving from എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? they are moving from cathode to anode and thus they were known as എന്താണ്? cathode rays. എന്താണ്? they are known as cathode rays. So electrons പറയുമ്പോൾ എന്താണ്? they are negatively charged particles and they are moving from cathode to anode. that is why we were calling it as എന്താണ്? cathode rays. ഇനി ഈ ആനോഡിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് പെർഫോറേറ്റഡ് ആനോഡ്. എന്തുകൊണ്ടാണ് പെർഫോറേറ്റഡ് ആനോഡിന്? ഇതിൽ നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചാർജ് പാർട്ടിക്കിൾസിന് പാസ് ചെയ്യാൻ. സോ ദേ വെർ നോൺ ആസ് എന്താണ്? പെർഫോറേറ്റഡ് ആനോഡ്. സോ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കാര്യം എടുക്കുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് there are two important properties of electron. എന്തൊക്കെയാണ് ഇലക്ട്രോൺസിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്? the two important properties of electrons are first one, it is എന്താണ്? charge and its mass. ഇത് രണ്ടുമാണ് ഇലക്ട്രോണിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. അപ്പോൾ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ട് തന്നെ ജെ തോംസൺ 1897 എന്താണ്? charge by mass ratio of an electron he found out. So the charge by mass ratio for the electron was found to be 1.755 into 10 to the power of 11 coulomb per kg, or it is എന്താണ്? 1.76 into 10 to the power of എന്താണ്? 11. it is 1.76 into 10 to the power of 11. 10 to the power of 11 coulomb per kg. ഈ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചതിന് തന്നെയാണ് ജെ തോംസൺ ഗോട്ട് എന്താണ്? ഹി ഗോട്ട് ദ നോബൽ പ്രൈസ്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു
എപ്പോഴാണ് നമ്മുടെ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഇൻ ദ പ്രസൻസ് ഓഫ് ഡിഫ്ലക്ഷൻ വാസ് ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്ക് എന്ത് പറയാം? ദ ഡിഫ്ലക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തൊക്കെയായിരിക്കും? ഒന്ന്, മാസ് ഓഫ് ദ ഇലക്ട്രോൺ, എത്രത്തോളം അത് ഡിഫ്ലക്റ്റ് ചെയ്യും, എന്തിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യാം? മാസ് ഓഫ് ദ ഇലക്ട്രോൺ. സെക്കൻഡ് വൺ ഈസ് ദ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ആൻഡ് മൂന്നാമത്തത് എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്, നമ്മൾ അപ്ലൈ ചെയ്യണ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന്. സോ ബേസ്ഡ് ഓൺ ദിസ് ഫാക്ടർ ദ ചാർജ് ടു മാസ് റേഷ്യോ വാസ് എന്താണ്? മാസ് റേഷ്യോ വാസ് ഡിസ്കവേർഡ്. ഇനി നമ്മുടെ CRT ട്യൂബിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഗ്യാസ് കംപ്ലീറ്റ്ലി ഇവാക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ലോ പ്രഷർ ഗ്യാസ് ആയിരുന്നു, ഗ്യാസ് അറ്റ് വെരി ലോ പ്രഷറാണ് നമ്മൾ എടുത്താലും ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് എന്താണ്? നമ്മുടെ കാത്തോഡിന് ഒരു റേസ് എന്താണ്? ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, സിങ്ക് സൾഫൈഡ് സ്ക്രീനിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സോ സിമിലർ ഒബ്സർവേഷൻ വെയർ ഒബ്സർവ്ഡ് വെൻ ദ ഗ്യാസ് വാസ് ടേക്കൺ അറ്റ് എന്താണ്? വെരി ലോ പ്രഷർ. സിമിലർലി നമ്മുടെ മെറ്റൽ ഇലക്ട്രോഡ്സ്, എടുത്ത മെറ്റൽ ഇലക്ട്രോഡ്സ് മാറ്റിയിട്ട് വേറെ ഏത് മെറ്റൽ എടുത്താലും എനി അതർ മെറ്റൽ when it was taken as electrodes എന്തായിരുന്നു? സിമിലർ ഒബ്സർവേഷൻസ് വെയർ ഒബ്സർവ്ഡ്. ഏത് ഒരു മെറ്റലിൻ്റെ ഇലക്ട്രോഡ് എടുത്താലും, കാത്തോഡും ആനോഡായിട്ട് ഏത് മെറ്റൽ ഇലക്ട്രോഡ് എടുത്താലും നമ്മുടെ കാത്തോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ എന്തായിരുന്നു? സെയിം റിസൾട്ടായിരുന്നു കാണിക്കേണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്യാസ് ഏതെടുത്താലും നമ്മുടെ മെറ്റൽ ഏതെടുത്താലും കാത്തോഡ് റേ ഡിസ്ചാർജ് ട്യൂബിൽ സം നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് വെയർ പാസിംഗ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ കാത്തോഡ് റേസ് ആർ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏതാണ്? ഗ്യാസ് ആൻഡ് എനി മെറ്റൽ ദാറ്റ് വി വർ ടേക്കിംഗ്. അപ്പോൾ ഏത് മെറ്റൽ എടുത്താലും അതിൽ എന്തുണ്ടാവും? നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നാണ് പ്രൂവ് ചെയ്തത്. ഇനി നമ്മൾ പറയേണ്ട ഗ്യാസ് കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ എന്താണ്? ലോ പ്രഷറിലാണ് ഗ്യാസ് എടുത്തത്. എന്തായിരിക്കും നമ്മൾ ഗ്യാസ് ഹൈ പ്രഷറിൽ എടുത്താണ്ടാവുക? when we are taking the gas as high pressure എന്തായിരിക്കും? ഈ ഫോം ചെയ്യുന്ന നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് വിൽ എന്തായിരിക്കും? സ്ട്രൈക്ക് ദ ഗ്യാസ് മോളിക്യൂൾസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? ഗ്യാസ് മോളിക്യൂൾസ് were taken to be in low pressure. So based on all this observation the properties of cathode rays were discovered. So properties of cathode rays എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു ദേ ആർ നെഗറ്റീവ്ലി ചാർജ്. നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ചാർജ് മനസ്സിലായത്? ബിക്കോസ് ദേ വർ ഗെറ്റിംഗ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. പിന്നെന്താണ്? ദേ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാത്തോഡ് റേയുടെ ഒരു പ്രോപ്പർട്ടീസ് എന്താണ്? അത് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുക. അൺടിൽ ഇനി ഡിഫ്ലക്ഷൻ വരുന്നവരെ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുക. അടുത്തത് എന്താണ്? ദേ പോസസ് കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി പറഞ്ഞാൽ? മൂവിങ് പാർട്ടിക്കിൾസിനുള്ള കൈനറ്റിക് എനർജി. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ ഈ കാത്തോഡ് ടു ആനോഡ് എന്താണ്? നമ്മുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു റൊട്ടേറ്റിംഗ് പാഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ഇടയിൽ വെച്ചാൽ ഈ റൊട്ടേറ്റിംഗ് പാഡിൽ സ്റ്റാർട്ട്സ് മൂവിങ്. ദാറ്റ് പ്രൂവ് ദാറ്റ് ഇറ്റ് പോസസ് എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജി. പിന്നെന്താണ്? കാത്തോഡ് റേസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. they are deflected in presence of magnetic field and electric field. ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവാറ്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അവിടെ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവുക? ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേൻ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ദേ പ്രൊഡ്യൂസ് ഫ്ലോറസൻസ്. നമ്മൾ നോക്കി അല്ലേ? സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ വീഴുമ്പോൾ അത് എന്തായിരുന്നു? ഇറ്റ് സ്റ്റാർട്ടഡ് ഗ്ലോയിങ്. സോ ഇറ്റ് പ്രൊഡ്യൂസ് ഫ്ലോറസൻസ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് കാത്തോഡ് റേസും പഠിച്ചു വെക്കുക. നിങ്ങളോട് എക്സാമിൽ ചോദിക്കാറുണ്ട് വൈ ദേ ആർ നോൺ ആസ് കാത്തോഡ് റേസ്? ദേ ആർ നോൺ ആസ് കാത്തോഡ് റേസ് ബിക്കോസ് എന്താണ്? ദേ വെർ മൂവിങ് ഫ്രം കാത്തോഡ് ടു എങ്ങോട്ടാണ്? ദേ വെർ മൂവിങ് ഫ്രം കാത്തോഡ് ടു ആനോഡ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.